ഇമ്പോർട്ടന്റ് ഹൈഡ്രേഷൻ ആണ്. 20 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് വെള്ളം കുടിക്കാം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞത് കുഞ്ഞിന്റെ ആവശ്യം അനുസരിച്ച് കുഞ്ഞ് വിശക്കുമ്പോൾ കരയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ 2 hours കൂടുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രസ്റ്റിൽ പാല് വന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. നല്ലപോലെ റെസ്റ്റ് എടുക്കുക. മെന്റലിയും ഫിസിക്കലിയും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നല്ല രീതിയിൽ പാല് വരുള്ളൂ. കുഞ്ഞിനെ എപ്പോഴും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വെക്കാൻ നോക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതനുസരിച്ച് പാല് കൂടുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പർ ലാച്ചിങ് ഉണ്ടാവുക എന്നുള്ളത്. കുഞ്ഞ് ബ്രസ്റ്റ് സക്ക് ചെയ്യുന്ന സമയത്ത് നിപ്പിളിന്റെ ആ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം മാക്സിമം കുഞ്ഞിന്റെ വായിന്റെ അകത്തായിരിക്കണം ഉണ്ടാവുക. ഇതിനെല്ലാത്തിനൊപ്പം പാല് വർദ്ധിക്കാനുള്ള കുറച്ച് ഫുഡ്സ് ഉണ്ട്. അതും കൂടി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഉലുവ, ചെറുപയർ, ഓട്സ്, സൂചി ഗോതമ്പ്, മുരിങ്ങയുടെ ഇല, ജീരകം, പെരുംജീരകം, നല്ല ജീരകം, 2 ടൈപ്പ് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ശതാവരി, അസ്പരാഗസ്, ഫ്ലാക്സ് സീഡ്സ്, എള്ള്, പപ്പായ എന്ന് പറയുമ്പോൾ ഒത്തിരി പഴുത്തതല്ല, കുറച്ച് പച്ചയാണെങ്കിൽ അത്രയും നല്ലത്, ബട്ടർ, യോഗട്ട്, മധുരക്കിഴങ്ങ്, ബ്രൗൺ റൈസ്, നട്ട്സ്, പിന്നെ ഇലക്കറികൾ.